ഗസ യുദ്ധത്തിന് താൽപ്പര്യമില്ലെന്ന് IDF സൈനിക മേധാവികൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വളരെ പ്രാധാന്യത്തോടു കൂടി ആ വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശക്തമായിരിക്കുന്ന നടപടി കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സംഘത്തിന് വിവരം അറിയിച്ചത് എന്നുള്ളതാണ്. ഒരു വിമതപക്ഷം പോലെ IDFിലെ ഒരു സംഘം ഗസക്കകത്ത് പ്രവർത്തിക്കുന്നു. 41 IDF ഇന്റലിജൻസ് ഓഫീസർമാർ, യൂണിറ്റ് 8200 ഉൾപ്പെടെയുള്ളവർ ഒരു തുറന്ന കത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് എഴുതുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അൺനെസസറി ഇന്റേണൽ വാറായി വിശേഷിപ്പിക്കപ്പെട്ട ഈ യുദ്ധം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ യുദ്ധമല്ല നടക്കുന്നത്, കൂട്ടക്കൊലകളാണ്. കൂട്ടക്കൊലകളും കൂട്ടമരണങ്ങളും നിലവിളികളും കണ്ട് മാനസികമായി ഞങ്ങൾ തളർന്നു പോകുന്നു. വലിയ രീതിയിലുള്ള ആത്മഹത്യകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. പിന്നീട് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ വ്യക്തിപരമായിരിക്കുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിന്ത, പ്രവർത്തനങ്ങൾ അതെല്ലാം നഷ്ടപ്പെടുന്നു. ഹമാസ് ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, സൈനികർക്കിടയിൽ വീണ്ടും ഹമാസ് പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ പിടിച്ചു കിട്ടാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുന്നുമില്ല. കുടുംബത്തിനാകെ നിരാശയാണ്. കുടുംബക്കാർക്ക് ഒരു സന്തോഷമുള്ള ഒരു പ്രവൃത്തിയല്ല ഗസയിലെ തങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ സേവനങ്ങൾ. സോഷ്യൽ മീഡിയ ഞങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പരസ്പരമുള്ള ബന്ധങ്ങൾ, അതായത് കൂടെയുള്ള ആളുകൾ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ അത് അറിയിക്കാത്ത രീതിയിൽ ഒപ്പിക്കുന്നു. പല ഘട്ടങ്ങളിലും അവർ നഷ്ടപ്പെടുന്ന സമയത്താണ് ഞങ്ങൾക്ക് വിവരം അറിയുന്നത്. അതായത് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഒരു അടിമ വംശ രീതികൾ ഇസ്രായേൽ ഗവൺമെന്റ് IDF സംഘത്തോട് പെരുമാറുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് യുദ്ധം നടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഗസയിലേക്ക് ഞങ്ങൾ ഇനി പോകുന്നില്ല, ഞങ്ങൾ മാറി ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ പറയുന്നത് താൽക്കാലിക ജീവനക്കാരുണ്ടാവും, ദിവസവേതനയായിട്ട് ബന്ധപ്പെട്ടവർ, അവരെന്തെങ്കിലും ഒരു പരിക്കേൽക്കാൻ ഇതിനിടയിൽ ഈ ഫേസ്ബുക്കിൽ ഒരു IDFിൻ്റെ ഒരു സൈനിക മേധാവിയോ അല്ലെങ്കിൽ സൈനികനോ ഒരു കുറിപ്പ് എഴുതിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വിവാദമായതാണ്. അദ്ദേഹം ബന്ധുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നെ എൻ്റെ അച്ഛൻ, അമ്മ, അങ്ങനെ ബന്ധപ്പെട്ട ഇത്തരം റിലേഷൻ്റെ ഇടയിൽ ഇത്രാമത്തെ ആളാണ് ഞാൻ പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സൈന്യത്തിൽ പ്രവേശിക്കേണ്ടി വന്നു. സർക്കാർ നിർബന്ധിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കലൊന്നും കിട്ടാത്തത് കൊണ്ട് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒഴിവുള്ള സമയത്താണ് അതൊക്കെ കിട്ടി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് നൽകുന്ന സന്ദേശം വെടിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ചെയ്യുന്ന പ്രവൃത്തികൾ ഗുണപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് ബോധ്യമായിരിക്കുന്നു. എൻ്റെ കൂടെയുള്ളവർ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് പരിക്കേറ്റാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. കൈക്കോ കാലിനോ മുറിയോ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. അപ്പോൾ IDF സംഘത്തിൽ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു വർഷം 2025 വർഷത്തിൽ ഏകദേശം 10 മുതൽ 35 പേരെങ്കിലും ഈ സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരീകരിച്ചത് തോന്നുന്നു 16 പേരിട്ടാണ് മൊത്തത്തിൽ സ്ഥിരീകരിച്ചത്. ഈ വർഷത്തിൽ 16 പേരാണ്, കഴിഞ്ഞ വർഷം 25 അതിൽ കൂടുതലോ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ആത്മഹത്യ ചെയ്ത് ഗസയിൽ വെച്ചാണ്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ള കൂട്ടമരണങ്ങളും അതിലുള്ള മൃതദേഹങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്നൊക്കെയാണ് അതിൽ പരാമർശിച്ചത്. കൈയും കാലുകളൊക്കെ ചെതറിക്കിടക്കുന്ന വികൃതമാക്കപ്പെട്ട പല രൂപങ്ങളും കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ മാനസികമായി തളർന്നു പോവുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുന്നേറാൻ സാധിക്കാത്ത വല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് തിരിച്ചു പോയാൽ ഒരു പക്ഷേ അത് കുറ്റവിചാരണ നടത്തി ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വരും. കാര്യം യുദ്ധമുഖത്തുനിന്ന് തിരിഞ്ഞോടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും. വലിയ രീതിയിലുള്ള കേസ് ചാർജ് ചെയ്യും. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല, യുദ്ധമുഖത്ത് നിൽക്കാനും വേണ്ടി പറ്റില്ല. അങ്ങനത്തെ പല സാഹചര്യങ്ങളും വന്ന സമയത്താണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള കുറിപ്പും കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാനസികമായിരിക്കുന്ന തളർച്ച, ധാരണപരമായിരിക്കുന്ന അനുഭവങ്ങൾ, കൂട്ടമരണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 18,500 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റ വിവരം ഇതിനിടെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ പകുതി മാത്രമാണ് IDF സ്ഥിരീകരിച്ചത്. 18,500 എന്ന് പറഞ്ഞത് UN സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ മറ്റോ ആണ് അത് പുറത്തു വിട്ടത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് പരിക്കേറ്റതിൽ സ്ഥിരീകരിക്കപ്പെട്ട പകുതിയാണെങ്കിൽ പോലും യുദ്ധമുഖത്ത് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ, യുദ്ധമുഖത്തുള്ള പരിക്കേൽക്കുക എന്ന് പറയുന്നത് ഒരാളുടെ കയ്യോ കാലോ നഷ്ടപ്പെട്ടാലും
അയാൾക്ക് ജീവനുണ്ട്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും യുദ്ധമുഖത്ത് പരിക്കേറ്റവർ എന്നാണ് ഈ അതേക്കുറിച്ച് കഴിഞ്ഞിട്ട് പരാമർശിക്കുക. അതായത് മരിച്ചവരും പരിക്കേറ്റവരും അത്രയേ ഉള്ളൂ. ജീവനുണ്ടെങ്കിൽ പരിക്കേറ്റവരാണ്, മരിച്ചാൽ മരിച്ചുപോയി. അങ്ങനെ പരിക്കേറ്റവരിൽ 18,500 എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു ശതമാനം അംഗവൈകല്യം ഉണ്ടായവരാണ്. കൈയും കാലം നഷ്ടപ്പെട്ടവരും വലിയ രീതിയിലുള്ള പരിക്കേറ്റു, അതായത് ഭാവിയിൽ അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത വിധം മുറിപ്പാടുകൾ ഉള്ളവരാണ് ബഹുഭൂരിപക്ഷവും. കാര്യമെന്ന് പറയുന്നത് ഏറ്റുമുട്ടലുകൾ, വെടികൊണ്ടവരാണ് കൂടുതൽ. വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് നല്ലൊരു ശതമാനം, 15% അതിനോടടുത്തോ വെടിയേറ്റവരാണ്, വെടികൊണ്ടവരാണ്. അത് പല മേഖലകളിൽ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, നെഞ്ചത്ത് വെടികൊണ്ടവരും, തലയുടെ ഭാഗത്ത് കൊണ്ടവരും, കൈകാലുകൾക്ക് കൊണ്ടവരും അങ്ങനെയുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് 895 സൈനികർ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇരട്ടോളം ഉണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും പറയുന്നു. ഇവിടെ പ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയം, ഇതിൻ്റെ അകത്ത് അവർ പരാമർശിച്ചത് ഈ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവം ഒക്ടോബർ 7 ഉണ്ടായിരുന്നു. ആക്രമണത്തോടനുബന്ധിച്ചിട്ട് 250ഓളം ബന്ദികളെ ഹമാസ് തടവിലാക്കി, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി. ആ തട്ടിക്കൊണ്ടുപോയ ഈ ബന്ദികളെയും വെച്ച് കൊണ്ടാണ് പിന്നീട് വിലപേശലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട സൈനികരുണ്ട്. ആ സൈനികരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വിടുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെലവീവിലൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങളും മാർച്ചുകളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അവർ പറയുന്നു ഇത്ര ആളുകളെ കാണാനില്ല, ഗസയിലേക്ക് യുദ്ധത്തിന് പോയിട്ടുണ്ട്, അവരെക്കുറിച്ച് വിവരങ്ങളോ പരാമർശമോ ഇല്ല. ചില ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ ബോഡി തിരിച്ചെത്തിക്കും. ചില ആളുകൾക്ക് പരിക്കേൽക്കുന്ന സമയത്ത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് മടങ്ങുന്ന സംഭവങ്ങളുണ്ട്. ആ ഹെലികോപ്റ്ററൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വലിയ സംവിധാന കാര്യത്തോടു കൂടി അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ചില ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടോ, യുദ്ധമുഖത്തുണ്ടോ, പരിക്കേറ്റിട്ടുണ്ടോ, അവരെവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നുകിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം ഹമാസിൻ്റെ കൈവശത്തിലാണ്. അത് ആദ്യം പിടിക്കപ്പെട്ട ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ലതാണ്. ഈ അടുത്താണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്പമെങ്കിലും ഇസ്രായേൽ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന്, ഗസയുടെ ഭാഗത്തുനിന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലാത്ത ഒരു സൈനികരെ കുറിച്ച് നമ്മൾക്ക് ഗസയോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആളെ കാണാതായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ അവരത് സമ്മതിക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 100ഓളം പേരോ 100-ലധികം പേരോ മരിച്ചവരോ പരിക്കേറ്റവരോ ആയിട്ട് ഈ പറയപ്പെട്ട ലിസ്റ്റിന് പുറമെയായി ഇവരുടെ കൈവശത്തിലുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. കാര്യം വെച്ചാൽ പല ആൾക്കാരും കാണാതായിട്ടുണ്ട്. കാണാതായവരുടെ ലിസ്റ്റൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രകടനം നടത്തുന്ന രീതിയൊക്കെ ജെറുസലേം നഗരത്തിലൊക്കെ ഇപ്പോൾ സാധാരണയാണ്. തെല്ലവീവിനെ സംബന്ധിച്ചിടത്തോളം അത് ഇതിന് മുൻപേ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇവർ തെല്ലവീവിൽ നിന്നാണ് ആരംഭിച്ചത്. പിന്നീട് മർമ്മപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ മേഖലയിലൂടെയൊക്കെ അതിങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ പ്രതിഷേധവും സമരങ്ങളും നിരാകരവുമായിട്ട് നടക്കുന്ന സമര രീതികളും സമര പരമ്പരകളും വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ ആഭ്യന്തരമായ രീതിയിലും ബാഹ്യമായ രീതിയിലും യുദ്ധമുഖത്തുള്ള സൈനികർക്കിടയിലും ഉള്ള പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടി ഒരേ സമയത്ത് പരിശോധിക്കാനും അല്ലെങ്കിൽ അതിജീവിക്കാനും ഇസ്രായേലിൻ്റെ സർക്കാർ സാധിക്കാത്തൊരു പ്രയാസം വലിയ രീതിയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ സൈനികരെ ഗസയിലേക്ക് നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് റബ്ബിമാർ എന്ന് പറയുന്ന വിഭാഗത്തോടാണ് അത് ആവശ്യപ്പെട്ടത്. അവർ മതപ്രബോധനം മാത്രം നടത്തുന്ന ജൂത വിഭാഗ പണ്ഡിതന്മാരുടെ ഒരു സഭയാണത്, അല്ലെങ്കിൽ ആ മത പ്രബോധനം നടത്തുന്ന ഒരു സഭയാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് IDF സംഘത്തിലേക്ക് ചേരണം, യുദ്ധത്തിന് അവിടെ ആവശ്യമുണ്ട് എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം സൈനിക വേഷം കെട്ടുക, മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുക, ആക്രമിക്കുക എന്നുള്ളത് അവരുടെ വേഷവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തോറയിലെ അവരുടെ നിയമ സംഹിതയായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്തതാണ്. ഞങ്ങൾക്കതിന് യോജിപ്പില്ല, അല്ലെങ്കിൽ യോജിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് അവർ മറുപടി പറഞ്ഞ സമയത്ത് എന്നാൽ അതിൽ ഇടപെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇടപെടും എന്ന് പറഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോയിട്ട് സൈനികരാക്കും എന്നാണ് അതിന്റെ ചുരുക്കം. ഏതായിരുന്നാലും സർവ്വ മേഖലയിലും ആന്തരികമായ രീതിയിൽ വലിയ മുറിവേറ്റിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. നമ്മൾ സിംഹത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഭയപ്പാടും വലിയ രീതിയിൽ ആക്രമണം നടത്തും എന്നൊക്കെ തോന്നുമെങ്കിലും ആന്തരികമായ രീതിയിൽ ഈ സിംഹത്തെ സംബന്ധിച്ചിടത്തോളം കൈയൊടിഞ്ഞിരിക്കുന്നു, കാലൊടിഞ്ഞിരിക്കുന്നു, എന്നിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദയനീയ അവസ്ഥ എങ്ങനെയാണോ ഇതിന് സമാനമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.